Death is a natural phenomenon, but we can never think of death. Such a topic is described here. Funeral Blues, written by W.H. Auden. It's a poem written by W.H. Auden. W.H. Auden is a famous British American writer, 20th century writer, and we have already done his work, Unknown Citizen. Unknown Citizen എന്ന അദ്ദേഹത്തിൻ്റെ പോം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കൃതി ഫ്യൂണറൽ ബ്ലൂസ് റിട്ടൺ ബൈ W.H. Auden. It is a poem published in 1938 which describes the speaker's intensity of grief on the loss of some important person, but there is no effect on the world in his loss. ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത് ഇറ്റ് വാസ് ഇൻ 1938 1938 and it describes the intensity of grief of the speaker. The speaker of the poem is the poet himself, and the poet is in intense grief. വളരെ തീവ്രമായ ദുഃഖത്തിലാണ് കവി. അതിന് കാരണം ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മരണമാണ്. ആ മരണത്തിൽ വിലപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ബട്ട് ദർ ഈസ് നോ ഇഫക്റ്റ് ഓൺ ദ വേൾഡ് ഇൻ ഹിസ് ലോസ്. പക്ഷെ അദ്ദേഹം ലോകത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് ലോകത്തിനൊരു മാറ്റവും കാണുന്നില്ല. തനിക്ക് മാത്രമാണ് ആ ഒരു നഷ്ടം കാണുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. മറ്റു ദുഃഖങ്ങളൊന്നും ലോകത്തെ ബാധിച്ചിട്ടില്ല. പക്ഷെ തന്നെ ബാധിച്ച ദുഃഖങ്ങൾ ലോകത്തെയും ബാധിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. And the speaker experiences this indifference as a kind of rude torment and demands the world also must grieve. അദ്ദേഹം പറയുന്നു എന്താണ് ഈ ഒരു അനുഭവം, ഈ ഒരു ഇൻഡിഫറൻസ്, അതായത് തൻ്റെ ദുഃഖം തൻ്റെ മാത്രം ദുഃഖമാണ്, മറിച്ച് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ പഴയ പോലെ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു വ്യത്യാസം കവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ റൂഡ് ടോർമെന്റ്, ക്രൂരമായ ഒരു പീഡനമാണ്. ടോർമെന്റ് മീൻസ് പീഡിപ്പിക്കുക. ഈ ലോകത്തിന്റെ ഒരു ക്രൂര പീഡനമാണ് ഇത്. ആൻഡ് സോ ഹി ഡിമാൻഡ്സ് ദ വേൾഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ഓൾസോ ഗ്രീവ്. ഈ ലോകം കൂടി തൻ്റെ ദുഃഖത്തിൽ പങ്കാളിയാകണം, തൻ്റെ ദുഃഖത്തിൽ ലോകവും ദുഃഖിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. Grief is presented as a deep isolating feeling and emotion that cut off the people who grieve from the world. ഇവിടെ ദുഃഖമാണ്, ഗ്രീഫ് ആൻഡ് ഐസൊലേഷൻ ആർ ദ ടു തീംസ് ഇൻ ദിസ് പോം. ഇതിൽ ഗ്രീഫ് ദുഃഖത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആസ് എ ഡീപ്പ് ഐസൊലേറ്റിംഗ് ഫീലിംഗ് ഓർ ഇമോഷൻ. ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു വികാരമായിട്ടാണ് ദുഃഖത്തെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് കട്ട് ഓഫ് ദ പീപ്പിൾ ഹു ഗ്രീവ് ഫ്രം ദ വേൾഡ്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ പീപ്പിൾ ഫ്രം ദിസ് വേൾഡ്. ഈ ദുഃഖിക്കുന്ന ആളുകളെ ലോകത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒന്നാണ് ഈ ദുഃഖം എന്നത്. അതായത് ഈ ലോകവും ദുഃഖിക്കുന്ന ആളുകളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ പഴയ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. പക്ഷെ ദുഃഖിക്കുന്ന ആളുകൾ ദുഃഖിച്ച് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിരിക്കും. പക്ഷെ ലോകത്തിന് അത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ആ ഒരു സംഭവമാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. Now we can move on to the poem. Funeral Blues or Stop All the Clocks. The other title of this poem is Stop All the Clocks. ഇത് ഈ പോയത്തിൻ്റെ ആദ്യത്തെ ലൈൻ തന്നെയാണ്. Funeral Blues അല്ലെങ്കിൽ Stop All the Clocks. Okay, then we can move on to the poem. Stop all the clocks, cut off the telephone, prevent the dog from barking with a juicy bone. കവി പറയുന്നു സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്. ഈ ക്ലോക്കുകളൊക്കെ നിലയ്ക്കട്ടെ. ദാറ്റ് മീൻസ് ദ ക്ലോക്സ് ഓൾസോ മസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഗ്രീഫ്. നേരത്തെ നമ്മൾ പറഞ്ഞു ദ പോയറ്റ് ഈസ് ഇൻ ഗ്രീഫ് ബിക്കോസ് ഹി ഹാസ് ലോസ്റ്റ് സം ഡിയറസ്റ്റ് പേഴ്സൺ ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മരണം, അദ്ദേഹം ആ ഒരു ദുഃഖത്തിലാണ്. സോ ദ ക്ലോക്ക് ഓർ ദ വേൾഡ് ഓൾസോ മസ്റ്റ് ഇൻവോൾവ് ഇൻ ഹിസ് ഗ്രീഫ്. അതുകൊണ്ട് പറയുന്നു സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്. ദെൻ കട്ട് ഓഫ് ദ ടെലിഫോൺ. ടെലിഫോൺ മീൻസ് ഇറ്റ് ഷോസ് ദ റിലേഷൻസ്. ടെലിഫോണിലൂടെ ടെലിഫോൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ ടെലിഫോൺ എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് പീപ്പിൾ. എല്ലാം നിശ്ചലമാകട്ടെ. ദറ്റ് മീൻസ് കട്ട് ഓഫ് ഓൾ ദ ടെലിഫോൺ കോഡ്സ്.
Then prevent the dog from barking with a juicy bone. The dog is barking and give that dog a juicy bone so that it can stop its barking. കുരയ്ക്കുന്ന നായ്ക്ക് ഒരു എല്ലിന്റെ കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുരയിൽ നിർത്തും. നായ കുരയ്ക്കുക എന്ന് പറയുന്നത് ആ ലോകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ നായുടെ കുരയും നിർത്തലാക്കണം. Silence the pianos and with a muffled drum bring out the coughing. Let the mourners come. പിന്നീട് പറയുന്നു silence the pianos. The pianos are playing. പിയാനോ, ആ പിയാനോയും നിലയ്ക്കട്ടെ, പിയാനോയുടെ ശബ്ദവും കേൾക്കണ്ട. ആൻഡ് വിത്ത് മഫിൽഡ് ഡ്രം. മഫിൽഡ് മീൻസ് ക്വൈറ്റ്, നിശബ്ദമായ ഡ്രമ്മിന്റെ ശബ്ദം മാത്രം. അതായത് നിശബ്ദമായ ഡ്രമ്മിന്റെ ശബ്ദം മീൻസ് വളരെ നേർത്ത ശബ്ദത്തിൽ. ബ്രിങ് ഔട്ട് ദ കോഫിൻ. കോഫിൻ മീൻസ് ആ ഒരു ശവപ്പെട്ടി, കോഫിൻ കൊണ്ടുവരിക. ആൻഡ് ലെറ്റ് ദ മോണേഴ്സ് കം. മോണേഴ്സ് മീൻസ് വിലപിക്കുന്ന ആളുകൾ, കരയുന്ന ആളുകൾ, അവരും വരട്ടെ. അതോടൊപ്പം തന്നെ ആ ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ, ദാറ്റ് മീൻസ് ദ വേൾഡ് ഓൾസോ മസ്റ്റ് ബി ഇൻ സൈലൻസ്. ലോകവും നിശബ്ദമായിരിക്കണം. ഇപ്പോൾ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്, ടെലിഫോൺ പ്രവർത്തിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നായ് കുരയ്ക്കുന്നുണ്ട്, പിയാനോ വായിക്കുന്നുണ്ട്. The poem is written in quatrains and we can see 4 lines in each stanzas and there are 4 stanzas in this poem. 4 സ്റ്റാൻസ ഉണ്ട്. ഒരു സ്റ്റാൻസയിൽ 4 വരികളാണ്. അങ്ങനെ 4 സ്റ്റാൻസയുള്ള കവിതയാണിത്. Then we can move on to the next stanza. Let aeroplanes circle morning ahead, scribbling on the sky the message he is dead. ഇനി ഇന്നത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞത് ക്ലോക്കുകളൊക്കെ നിശബ്ദമാവട്ടെ. അങ്ങനെ ഈ ലോകം മുഴുവൻ നിശബ്ദമായിട്ട് ശവപ്പെട്ടിയും അതേപോലെ തന്നെ ആ വിലപിക്കുന്ന ആളുകൾ മാത്രം മതി, വേറൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു ലെറ്റ് എയറോപ്ലെയിൻസ് സർക്കിൾ മോർണിംഗ് അഹെഡ്. ഇനി ആകാശത്ത് എയറോപ്ലെയിൻസ് ഉണ്ടാകട്ടെ, വിലാപ യാത്രയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിലപിക്കുന്ന രീതിയിൽ ആ ഒരു ബ്ലാക്ക് കളറിലാണ് എയറോപ്ലെയിൻ ഉണ്ടാകട്ടെ. അതിനൊരു മെസ്സേജ് ഉണ്ടാകണം. എന്താണ്? ഹി ഈസ് ഡെഡ്. അവൻ മരിച്ചു, അവന്റെ മരണം, അവൻ മരിച്ചു എന്നുള്ള ഒരു മെസ്സേജ് ആകാശത്തിൽ എഴുതിക്കൊണ്ട് ഒരു എയറോപ്ലെയിൻ ഉണ്ടാകണം. ആൻഡ് പുട്ട് സ്കേറ്റ് ബൗസ് റൗണ്ട് ദ വൈറ്റ് നെക്സ് ഓഫ് ദി പബ്ലിക് ഡോർസ്. പബ്ലിക് ഡോർ മീൻസ് പബ്ലിക് പീജിയൻസ്. ഈ പ്രാവുകളുടെ വെളുത്ത കഴുത്തിൽ കറുത്ത തുണി കൊണ്ട് ആ ഒരു ദുഃഖം അടയാളപ്പെടുത്തട്ടെ. ദെൻ പിന്നീട് എന്ത് വേണം? ലെറ്റ് ദ ട്രാഫിക് പോലീസ്മെൻ വെയർ ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ്. ഇനി ട്രാഫിക് പോലീസ് ബ്ലാക്ക് ഗ്ലൗസ് ഇട്ട് നിൽക്കട്ടെ. അതായത് ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ് അവർ ധരിക്കട്ടെ. അതായത് എല്ലാവരുടെയും ഒരു ദുഃഖമയം ഉണ്ടാകണം. ആ ഒരു ബ്ലാക്ക്, ആ ഒരു ഡെത്തിന്റെ, ആ ഒരു മരണത്തിന്റെ സൂചന എല്ലായിടത്തും കാണണം. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, ഹി വാസ് മൈ നോർത്ത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു ഹൗ ഡിയർ ദ ഡെഡ് വൺ ടു ദ പോയിറ്റ്. ആ മരിച്ച ആള് കവിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നതാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഹി വാസ് മൈ നോർത്ത്, മൈ സൗത്ത്, മൈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അദ്ദേഹം എൻ്റെ എല്ലാം എല്ലാമായിരുന്നു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ ആയിരുന്നു. ദാറ്റ് മീൻസ് മൈ ഓൾ ഇൻ ഓൾ. മൈ വർക്കിംഗ് വീക്ക്, എൻ്റെ വർക്കിംഗ് വീക്ക് മീൻസ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. ആൻഡ് മൈ സൺഡേ റെസ്റ്റ്, എൻ്റെ റെസ്റ്റും അതേപോലെ പ്രവർത്തനങ്ങളും ഒക്കെ അവനായിരുന്നു. ആൻഡ് മൈ മൂൺ, മൈ മിഡ് ഡേ, മൈ ടോക്ക്, മൈ സോങ്. എൻ്റെ ചന്ദ്രനായിരുന്നു, എൻ്റെ മിഡ് ഡേ. മിഡ് ഡേ മീൻസ് നട്ടുച്ച സമയം, അതായത് ചുട്ടുകൊള്ളുന്ന സമയവും അതേപോലെ മിഡ് ഡേ അല്ലെങ്കിൽ മൂൺ എന്ന് പറയുന്നത് രാത്രി. ആ ഒരു കുളിർമയുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, ആ ഒരു എൻ്റെ ഉയർച്ച കാഴ്ചകളിലൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ മൈ ടോക്ക്, മൈ സോങ്, എൻ്റെ സംസാരങ്ങളിലെ, എൻ്റെ പാട്ടുകളിൽ. ദാറ്റ് മീൻസ് ഹി ഈസ് സോ ഡിയർ ടു മീ. എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, എൻ്റെ എല്ലാം എല്ലാമായിരുന്നു. ആൻഡ് ഐ തോട്ട് മൈ ലവ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. ആൻഡ് ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, എന്താ ചിന്തിച്ചത്? that the love would last forever. ഞങ്ങളുടെ ഈ സ്നേഹം, ഈ ലവ്
would last forever, എല്ലാ കാലവും നിലനിൽക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ബട്ട് ദാറ്റ് വാസ് ട്രൂ. പക്ഷേ അത് സത്യമായിരുന്നില്ല, അത് നിലനിന്നിരുന്നില്ല. ആ ഒരു സ്നേഹം, ഞങ്ങളുടെ ആ ഒരു സ്നേഹം ഈ മരണത്തോടുകൂടി ഞങ്ങളെ വേർപിരിക്കുന്ന ഒന്നാക്കി മാറ്റി. Here in this stanza we can see how dear this dead one to the part. നമുക്ക് ഈ കവിതയിൽ ഈ ഒരു സ്റ്റാൻസയിൽ ആ മരിച്ച ആൾ കവിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. Now we can move on to the last stanza. The stars are not wanted now, put out everyone, pack up the moon and dismantle the sun, pour away the ocean and sweep up the wood, for nothing now can ever come to any good. Last stanza അദ്ദേഹം പറയുന്നു, the stars are not wanted now. സ്റ്റാർസിനെ ഇപ്പോൾ ആവശ്യമില്ല. put out everyone. ആ നക്ഷത്രങ്ങളുടെ പ്രകാശം അണച്ചേക്കൂ, ആ പ്രകാശം വേണ്ട. കാരണം this is the good thing and it pleases everyone. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് ഈ നക്ഷത്രം. ആ ഒരു സന്തോഷം വേണ്ട, ഇപ്പോ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയാണ്. so put out all the stars, pack up the moon. ഇനി എന്ത് വേണം? ചന്ദ്രനുണ്ട്, ചന്ദ്രനെയും വേണ്ട, പാക്ക് ചെയ്യൂ. and dismantle the sun. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പാക്ക് ചെയ്യൂ, ഇപ്പോ അവരുടെ പ്രകാശമൊന്നും വേണ്ട. then pour away the ocean. സമുദ്രത്തിൽ നിറയെ വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞേക്കൂ, ആ വെള്ളമൊന്നും വേണ്ട. and sweep up the wood. sweep up means destroy the wood. തുടച്ചു മാറ്റുക ആ ഒരു വനപ്രദേശം. ഇതൊക്കെ നല്ല കാഴ്ചകളാണ്, നല്ല സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഈ വനത്തെയും തുടച്ചു മാറ്റൂ, വനവും വേണ്ട. for means because nothing now can ever come to any good, because these are the good things in this world and these are the things that can please everyone. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന, സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ, അവയുടെ പ്രകാശം, പിന്നീട് സമുദ്രം, വനപ്രദേശം. ഇതൊക്കെ എല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ വേണ്ട. കാരണം it is the time of mourning. ഇത് ഒരു വിലപിക്കുന്ന സമയമാണ്, ദുഃഖത്തിന്റെ സമയമാണ്. it is the time of death. മരണത്തിന്റെ സമയമാണ്. so avoid or destroy all these happy things. ഈ സന്തോഷപ്രദമായ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കൂ, ഇതൊന്നും വേണ്ട എന്നാണ് കവി പറയുന്നത്. We can see many themes in this poem like grief, isolation, etc. നമ്മൾ നേരത്തെ പറഞ്ഞു, the main themes of this poem are grief and isolation. ഗ്രീഫ്, ദുഃഖം, അതേപോലെ ഐസൊലേഷൻ, ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വിരഹം. ഇതാണ് ഇതിന്റെ മെയിൻ തീം. ആൻഡ് വി കൻ സി മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് ഇൻ ദ ലൈൻസ്. ഹി ഈസ് ഡെഡ്. നമ്മൾ നേരത്തെ കണ്ടു, അദ്ദേഹം പറയുന്നുണ്ട് ലെറ്റ് ദി എയറോപ്ലെയിൻസ് റൈറ്റ് ഹി ഈസ് ഡെഡ് ഇൻ ദ സ്കൈ. ആകാശത്ത് എയറോപ്ലെയിൻസ് അവൻ മരിച്ചു എന്ന് എഴുതാൻ പറയുന്നുണ്ട്. ഹിയർ വി കൻ സി മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ. And we can see hyperbolic expressions in the line. Stop the clocks and telephone. ആ വരികളില് ക്ലോക്കുകൾ നിർത്തലാക്കട്ടെ, അതേപോലെ ക്ലോക്കിന്റെ ചലനം നിൽക്കട്ടെ, അതേപോലെ തന്നെ ടെലഫോൺ ആ ഒരു റിലേഷൻ നിൽക്കട്ടെ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഹൈപ്പർബലി കാണാൻ സാധിക്കും. ഹൈപ്പർബലി മീൻസ് എക്സാജറേഷൻ ആണ്. അവിടെയൊക്കെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുക, പൊടിപ്പും തൊങ്ങലും ചേർത്ത് കൂട്ടി പറയുന്നതിനെയാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലെറ്റ് അല്ലെങ്കിൽ പുട്ട് ബ്ലാക്ക് ബോസ് എറൗണ്ട് ദി വൈറ്റ് നെക്ക് ഓഫ് ദ പീജിയൻസ്. പ്രാവുകൾ, സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്ന പ്രാവുകളുടെ കഴുത്തിന് ചുറ്റും, വെള്ളക്കഴുത്തിന് ചുറ്റും കറുത്ത ആ നിറം അല്ലെങ്കിൽ കറുത്ത ആ ഒരു അടയാളം വെക്കട്ടെ. അത് മരണത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റോപ്പ് ദി ഷൈനിങ് ഓഫ് സ്റ്റാർസ്, മൂൺ ആൻഡ് സൺ. അതും പറയുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ, ഇവയുടെ പ്രകാശം നിൽക്കട്ടെ. ഇവിടെയൊക്കെ അതൊന്നും നമുക്ക് നിർത്താൻ കഴിയുന്ന ഒന്നല്ല. ഇതൊക്കെ നമ്മളുടെ ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മളുടെ ആ ഒരു അധീനതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതിനെയൊക്കെ നിർത്തലാക്കട്ടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈപ്പർബലി, ഒരു എക്സാജറേഷൻ. Then the poem is written, നമ്മൾ നേരത്തെ പറഞ്ഞു, it has 4 stanzas and each stanza carries 4 lines. 4 stanza ഉണ്ട്, ഒരു stanzയിൽ 4 വരിയാണ്. And the rhyme scheme is A A B B.
AABB എന്ന റൈം സ്കീമിലാണ് ഇത് എഴുതപ്പെട്ടത്. ആൻഡ് വി ക്യാൻ സി iambic pentameter ആൻഡ് iambic tetrameter ഇൻ ദിസ് ഫോം. ഈ കവിതയിൽ 2 മീറ്റർ കാണാൻ സാധിക്കും. iambic pentameterഉം iambic tetrameterഉം കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.